വിഷ്ണു എൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഇന്നലത്തെ കർണാടക കാഴ്ചകളെക്കുറിച്ച് തന്നെ മനുവിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മൾ ഡി കെ ശിവകുമാറിനോട് സംസാരിച്ചു. ഡി കെ മാത്രമല്ല വേറെ ചില ആളുകളോട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ വിഷ്ണു, ഇന്നലെ കർണാടകത്തിൻ്റെ സമരത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയെ കൈരളി ന്യൂസ് എനിക്ക് തോന്നുന്നു വളരെ കാര്യം ബാക്കിയുള്ളവരുടെ കാരണം സ്വാഭാവികമാണ്. കർണാടകത്തിൻ്റെ ഒരു പേസിൽ നിന്നിടത്ത് നിന്ന് നമ്മളിവരോടൊക്കെ കാണുമ്പോൾ നമ്മളുടേതായ ഒരു കേരളത്തിൻ്റെതായ ഒരു പൊതു താല്പര്യത്തിൽ നിന്ന് നമ്മളതിലേക്ക് അവരോട് സംസാരിച്ചു തുടങ്ങിയതോടുകൂടി ആ നറേറ്റീവിന് വന്നൊരു വലിയ മാറ്റമുണ്ട്. മനു അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ ഇന്നലത്തെ കർണാടകയുടെ സമരത്തിൽ ഏറ്റവും പ്രധാനം നേതാക്കളൊക്കെ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ ആയാലും ഡി കെ ശിവകുമാർ ആയാലും മറ്റ് കർണാടകത്തിലെ നേതാക്കളായാലും ഇവരൊക്കെ തന്നെ ഈ സംസ്ഥാനങ്ങൾ, അതായത് BJP ഇതര സംസ്ഥാനങ്ങൾ നടത്തുന്ന സമരത്തെ അനുകൂലിക്കുന്ന നിലപാടാണ്. അത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇന്ത്യ മുന്നണി അത്തരമൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളൊക്കെ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായത്. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നമ്മളോട് ചോദിച്ചത് എന്തുകൊണ്ട് സമാനമായിട്ടുള്ള സമരങ്ങളെ പിന്തുണയ്ക്കാതിരിക്കണം എന്നതാണ്. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ സമരത്തെ ഞങ്ങൾ സർക്കാരിനൊപ്പം ഞങ്ങൾ സമരം ചെയ്യില്ല, ഞങ്ങൾ സമരം ചെയ്യണമെങ്കിൽ ഞങ്ങൾ വേറെ സമരം ചെയ്യുമെന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കാതിരിക്കണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നു. ഇത് തന്നെയാണ് മറ്റ് നേതാക്കളും പ്രിയങ്ക ഖാർഗെ ആയാൽ പോലും പറയുന്നത്. ഈ സമരത്തിന്, ഇത്തരം സമരങ്ങൾക്ക്, എല്ലാ സമരങ്ങൾക്കും പിന്തുണ നൽകുമെന്ന് ഈ നേതാക്കൾ പറയുന്നു. അതായത് ഇന്നലെ രാവിലെ സമരം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ സിബി പിന്നാലെയാണ് വന്നത്. സിബി ഇപ്പോൾ കേരള ഹൗസിലെ കേരള നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു, MLA-മാരെത്തുന്നു, മന്ത്രിമാരെത്തുന്നു. ഈ പറഞ്ഞ പോലെ എവിടെ പോയി ആരോട് സംസാരിക്കണമെന്ന് അറിയത്തില്ല, 4 വഴിക്കൂടെയും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആരും ഇങ്ങനെ നമ്മുടെ ഒരു വാർത്താ സ്പേസിൽ നിന്ന് പുറത്തു പോകരുത് എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരെയും കാണുന്ന ചുമതലയിലാണ് ജിൽബിയും അതുപോലെ തന്നെ സിബി ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ജന്തർ മന്ദറിലേക്ക് പോയി. അപ്പോൾ ജന്തർ മന്ദറിലേക്ക് ചെല്ലുമ്പോൾ നാസർ ഹുസൈനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. രാജ്യസഭാംഗമാണ് അദ്ദേഹത്തോട് നമുക്ക് മാത്രമായിട്ട് നമ്മളോട് സംസാരിച്ച ഘട്ടത്തിലാണ് ഈ ഒരു ഷിഫ്റ്റ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ നേതാക്കൾക്ക് മനസ്സിലായി. കാരണം കേരളത്തിലെ നേതാക്കൾ കോൺഗ്രസ്സുകാരെടുക്കുന്ന ഒരു നിലപാടിൻ്റെ പ്രശ്നം ഇവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാനാകില്ല എന്ന് നാസർ ഹുസൈൻ തന്നെ ആദ്യം കൃത്യമായൊരു മെസ്സേജ് തന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച പ്രിയങ്ക് ഖാർഗെ കണ്ടത്. അവിടുത്തെ മന്ത്രിയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനാണ്. അദ്ദേഹവും കുറെ കൂടി സജീവമായി തന്നെ ഈ വിഷയത്തോട് സംസാരിക്കാൻ തയ്യാറായി. ഇതിന് ഡി കെ ശിവകുമാർ ഒന്നുകൂടി ചിത്രം കുറെ കൂടി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിലയിലാണ് ഇന്നലെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു സമരത്തെ, ഒരു നീക്കത്തെ ആവേശപൂർവ്വം അതിനുശേഷം സിബിയാണ് സിദ്ധാരാമയ്യ വന്ന. ഇതിനിടയ്ക്ക് നമുക്ക് വൻ തിരക്കിൽ 4 വഴി കൂടെ ഓടുമ്പോൾ ദൂരെ നോക്കുമ്പോൾ കൈരളിയുടെ ക്യാമറ മൈക്കല്ലേ കാണുന്നതെന്ന് ഓർത്ത് വിഷ്ണു ഞാനിവിടെ പുറത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പം സ്റ്റേജിന് അടുത്തൊരാൾ ഇങ്ങനെ കൈരളിയുടെ നല്ല തിരക്കിൽ ഇത് മാത്രം ഇങ്ങനെ കാണാം, ഇങ്ങനെ പോകുന്നു. നോക്കുമ്പോൾ സിബി അതിനിടയിൽ നിൽക്കുക. അപ്പോൾ ഞാൻ വെച്ചാൽ ആരോടാണ് തകർക്കുന്നത് വെച്ചാൽ ഞാനിങ്ങനെ കറങ്ങി ചെന്നപ്പോൾ മലയാളി അല്ലേ, ഏക മലയാളിയായിട്ടുള്ള ശ്രീ ജോർജിനോട് സംസാരിക്കുന്നു അല്ലേ.